ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. വോട്ടെടുപ്പിന് ഇനി 21 ദിവസം മാത്രം. നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ. ഗൾഫ് മേഖലയിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങളെ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. രാജ്യത്ത് LPG ക്ഷാമമുണ്ടാകേണ്ട സാഹചര്യമില്ലെന്ന് പെട്രോളിയം മന്ത്രാലയം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഫെബ്രുവരി 28 മുതൽ 2.8 ലക്ഷത്തോളം യാത്രക്കാർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസെക്സ് 2497 പോയിന്റും നിഫ്റ്റി 776 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 21 ദിവസം മാത്രം. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ മണ്ഡലങ്ങളിൽ മുന്നണികൾ പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കി. സ്ഥാനാർത്ഥി പ്രഖ്യാപനവും സംസ്ഥാനത്ത് തുടരുകയാണ്. BJP ഇന്ന് 39 സ്ഥാനാർത്ഥികളുടെ രണ്ടാംഘട്ട പട്ടിക പുറത്തിറക്കി. ആറന്മുളയിൽ കുമ്പനം രാജശേഖരനും ഗുരുവായൂരിൽ B ഗോപാലകൃഷ്ണനും നാട്ടികയിൽ CC മുകുന്ദനും ജനവിധി തേടും. രണ്ടാംഘട്ട പട്ടിക വൈകാതെ തന്നെ പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ടു പോവുകയാണ്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. മുതിർന്ന CPIM നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തലശ്ശേരി ജില്ലാ രജിസ്ട്രാർ ഓഫീസിലാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ നാമനിർദ്ദേശ പത്രിക നൽകി. ആനന്ദവല്ലീശ്വരം ക്ഷേത്ര മൈതാനത്ത് നിന്നും പ്രവർത്തകരോടൊപ്പം പ്രകടനവുമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. തൃശൂർ ജില്ലയിലെ മണലൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി TN പ്രതാപനും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രികകൾ പൊതു അവധി ദിവസങ്ങളിൽ സ്വീകരിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുന്ന കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി. 24 സൂക്ഷ്മ പരിശോധന. 26 വരെ പത്രിക പിൻവലിക്കാം. വോട്ടെണ്ണൽ മെയ് 4 നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യുന്നവർക്ക് അപേക്ഷ നൽകാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിൽ നിന്ന് ഡൌൺലോഡ് ചെയ്തെടുത്ത ഫോം 12Dയിൽ ബൂത്ത് ലെവൽ ഓഫീസർ മുഖേനയോ നേരിട്ട് റിട്ടേണിംഗ് ഓഫീസർക്കോ അപേക്ഷ നൽകാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. 85 വയസ്സ് പിന്നിട്ടവർക്കും 40% ഭിന്നശേഷിയുള്ളവർക്കുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യാനാവുക. അവശ്യ സേവന വിഭാഗത്തിൽപ്പെട്ട വകുപ്പുകളിൽ നിന്ന് തിരഞ്ഞെടുപ്പ് ജോലിക്ക് നിയുക്തരായവർ തപാൽ വോട്ടിന് 21 വരെ അപേക്ഷിക്കണം. ഫോം പൂരിപ്പിച്ച് 21 മുമ്പായി റിട്ടേണിംഗ് ഓഫീസർക്ക് സമർപ്പിക്കണം. ഏപ്രിൽ 3, 4, 5 തീയതികളിൽ വോട്ടൽ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ വോട്ട് രേഖപ്പെടുത്താം. തെരഞ്ഞെടുപ്പിനായി വോട്ടിംഗ് യന്ത്രങ്ങൾ അനുവദിക്കുന്നതിനുള്ള ഒന്നാംഘട്ട റാൻഡമൈസേഷൻ പ്രക്രിയ വിവിധ ജില്ലകളിൽ പൂർത്തിയായി. ആദ്യഘട്ട പരിശോധനകൾ വിജയകരമായി പൂർത്തിയാക്കിയ ബാലറ്റ് യൂണിറ്റുകൾ, കൺട്രോൾ യൂണിറ്റുകൾ, VVPATകൾ എന്നിവയാണ് റാൻഡമൈസേഷനിലൂടെ മണ്ഡലാടിസ്ഥാനത്തിൽ തരംതിരിച്ചത്. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. EVM മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഓരോ മണ്ഡലത്തിലേക്കുമുള്ള യന്ത്രങ്ങൾ സുതാര്യമായി തിരഞ്ഞെടുത്തത്. കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ പോലീസ് നിരീക്ഷകരും പൊതുനിരീക്ഷകരും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണത്തിൽ കൃത്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് റാൻഡമൈസേഷൻ നടത്തുന്നത്. ഓരോ നിയോജക മണ്ഡലത്തിലേക്കും ആവശ്യമായ ബാലറ്റ്, കൺട്രോൾ യൂണിറ്റുകളുടെയും VVPATകളുടെയും എണ്ണം സോഫ്റ്റ്വെയർ വഴി നിശ്ചയിച്ചു. ആദ്യഘട്ടത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത യന്ത്രങ്ങളെ രണ്ടാം ഘട്ടത്തിൽ ഓരോ ബൂത്തുകളിലേക്കായി തരംതിരിക്കും. ഗൾഫ് മേഖലയിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. നിലവിൽ അസ്ഥിരമായി തുടരുന്ന ആഗോള ഊർജ്ജ വിപണിയെ ഇത് കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അവ ഉടനടി അവസാനിപ്പിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. രാജ്യത്തെ പാചകവാതക ലഭ്യത സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഗാർഹിക ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ ഗ്യാസ് ലഭ്യമാക്കുന്നതിന് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിനായും നടപടികൾ സ്വീകരിക്കും. ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാൽദീവ്സ് എന്നീ അയൽ രാജ്യങ്ങൾ ഇന്ത്യയുടെ സഹായം തേടിയിട്ടുണ്ടെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ ഉൾപ്പെടെ പേർഷ്യൻ ഗൾഫിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ഇന്ത്യൻ കപ്പലുകളും സുരക്ഷിതമാണെന്നും കപ്പലുകൾക്ക് അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയ സ്പെഷ്യൽ സെക്രട്ടറി രാജീവ് കുമാർ സിൻഹ.
ഏകോപിത ശ്രമങ്ങളിലൂടെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 16 ഇന്ത്യൻ കപ്പലുകൾ മടങ്ങിയെത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കേരളം, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ തുറമുഖങ്ങളുമായും മാരിടൈം ബോർഡറുകളുമായുള്ള ഏകോപനം മന്ത്രാലയം ശക്തമാക്കിയതായും ചരക്ക് നീക്കത്തെ പിന്തുണയ്ക്കുന്നതിനായി തുറമുഖങ്ങൾക്ക് 50% വരെ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. गल्फ रीजन में पिछले 24 घंटों में कोई भी समुद्री घटना की सूचना नहीं है. मिनिस्ट्री रेगुलरली कोऑर्डिनेट कर रही है स्टेट मैरीटाइम बोर्ड्स के साथ, जहां पे कि जो हमारे मेजर पोर्ट्स हैं उसके अलावा भी पोर्ट्स के साथ कोऑर्डिनेट करने के लिए गुजरात, महाराष्ट्र, गोवा, केरला, आंध्रा, पुदुचेरी और उनके साथ भी समन्वय, कोऑर्डिनेशन का वर्क और रेगुलर इंटरेक्शन कर रहे हैं और किसी भी जगह से कोई कंजेशन का रिपोर्ट नहीं है. രാജ്യത്തുടനീളം ഗതാഗത ആവശ്യങ്ങൾക്കായി 100% ആഭ്യന്തര PNG CNG വിതരണം ഉറപ്പാക്കിയതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആഭ്യന്തര വാണിജ്യ ആവശ്യങ്ങൾക്കായി 1.25 ലക്ഷം പുതിയ കണക്ഷനുകൾ 2 ആഴ്ചയ്ക്കുള്ളിൽ നൽകിയതായി മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യുദ്ധ സാഹചര്യം LPGയുടെ കാര്യത്തിൽ നേരിയ ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും ക്ഷാമമുണ്ടാകേണ്ട സാഹചര്യമില്ല. ഓൺലൈൻ ബുക്കിംഗ് 94%-ആയി ഉയർന്നിട്ടുണ്ട്. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ശ്രീമതി സുജാത ശർമ്മ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഫെബ്രുവരി 28 മുതൽ ഏകദേശം 2.8 ലക്ഷം യാത്രക്കാർ മേഖലയിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി അസീം മഹാജൻ പറഞ്ഞു. വിമാന സർവീസുകൾക്ക് നിയന്ത്രണമുള്ള രാജ്യങ്ങളിൽ നിന്ന് സൗദി അറേബ്യ വഴി യാത്രക്കാരെ എത്തിക്കാൻ സൌകര്യമൊരുക്കുന്നുണ്ടെന്നും ഇറാഖിൽ കുടുങ്ങിയ ഇന്ത്യക്കാരായ 15 കപ്പൽ ജീവനക്കാർ ഉടനെ തിരികെ എത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യൻ സാഹചര്യം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് എന്നിവരുമായി സംഭാഷണം നടത്തി. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുമുള്ള നിലപാടാണ് നേതാക്കൾ പങ്കുവച്ചത്. ഇന്ത്യൻ പൌരന്മാരടക്കം ആയിരങ്ങളെ മേഖലയിൽ നിന്നും സുരക്ഷിതമായി മടക്കി അയക്കുന്നതിൽ ഒമാൻ നടത്തുന്ന ശ്രമങ്ങളെ പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായും ശ്രീ മോദി ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികളിൽ ആശങ്ക പങ്കുവച്ച ഇരുവരും സംഘർഷം ലഘൂകരിക്കുന്നതിലെ പ്രതിബദ്ധതയും വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഖത്തറിലെ ഊർജ്ജ പദ്ധതികൾക്ക് നേരെയുള്ള ആക്രമണം ഇറാൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ സൌത്ത് പാസ് ഗ്യാസ് ഫീൽഡിന് നേരെ ഇസ്രായേൽ ആക്രമണം ഇനി ഉണ്ടാകില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ആക്രമണം പരമാധികാരത്തോടുള്ള വെല്ലുവിളിയാണെന്നും ഇറാനിയൻ സൈനിക അറ്റാഷെമാർ ദോഹ വിടണമെന്നും ഖത്തർ നിർദ്ദേശം നൽകി. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തുന്ന ആക്രമണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഖത്തർ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിനും രക്ഷാസമിതി പ്രസിഡന്റ് മൈക്കൽ വാട്സിനും കത്തയച്ചു. ഊർജ്ജ സംവിധാനങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. സംസ്ഥാനത്ത് നാളെ ചെറിയ പെരുന്നാൾ. മാസപ്പിറ കണ്ടതായി വിവിധ ഖാസിമാർ അറിയിച്ചു. ഈദുൽ ഫിത്തർ പ്രമാണിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ആശംസകൾ നേർന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസെക്സ് 2497 പോയിന്റ് താഴ്ന്ന് 74,207-ലും നിഫ്റ്റി 776 പോയിന്റ് നഷ്ടത്തിൽ 23,002-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിലും വൻ ഇടിവ്. പവന് 5,240 രൂപ കുറഞ്ഞ് 1,16,200 രൂപയും ഗ്രാമിന് 13,775 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. വോട്ടെടുപ്പിന് ഇനി 21 ദിവസം മാത്രം. നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ. ഗൾഫ് മേഖലയിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. രാജ്യത്ത് LPG ക്ഷാമം ഉണ്ടാകേണ്ട സാഹചര്യമില്ലെന്ന് പെട്രോളിയം മന്ത്രാലയം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഫെബ്രുവരി 28 മുതൽ 2.8 ലക്ഷത്തോളം യാത്രക്കാർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസെക്സ് 2497 പോയിന്റും നിഫ്റ്റി 776 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.